ദൈവനാമത്തിന് മഹത്വം. വലിയ വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിശോധിച്ചത്. പാപികളായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ സ്വായത്തമാക്കാത്ത സകല ആളുകളും ന്യായവിധിക്കായി വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ വന്ന് പ്രവർത്തികൾക്ക് ഒത്തവണ്ണമുള്ള വിധി പ്രാപിച്ച് നിത്യദണ്ഡനത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് അവർ തള്ളപ്പെടുകയാണ്. പിന്നീട് നിത്യത മുഴുവൻ ക്രിസ്തുവിനെ കൂടാതെ നിത്യയാതനയും നിത്യദണ്ഡനവും അനുഭവിച്ചുകൊണ്ട് അവർ എന്നേക്കും നരകത്തിൽ പാർക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ പ്രാപിച്ചതായിരിക്കുന്ന ആളുകൾ, മറ്റൊരാശയത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച ആളുകൾ, അവർ നിത്യമായി പാർക്കുവാൻ പോകുന്നത് പുതിയ യെരുശലേമിലാണ്. അതിനെ സംബന്ധിച്ച് ചുരുക്കമായി ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും യോഹന്നാൻ കാണുകയാണ്. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ആദ്യത്തെ എഴുത്തുകാരനായിരിക്കുന്ന മോശ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിയതിന് 1600 വർഷങ്ങൾക്കിപ്പുറം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ചരിത്രത്തിൻ്റെ പാര്യന്തികമായ സമാപ്തിയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഈ പുതിയ ഭൂമിയിലേക്ക്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുകയാണ്. അങ്ങനെ പുതിയ ഭൂമിയിലേക്ക് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഈ പുതിയ യെരുശലേം ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ശബ്ദം യോഹന്നാൻ കേട്ടു. 3-ാമത്തെ വാക്യം, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും.
പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുന്നതിനോടൊപ്പം തന്നെ മഹാശബ്ദം താൻ കേൾക്കുകയാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ബിഹോൾ ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് ഈസ് വിത്ത് മെൻ. പുതിയ യെരൂശലേം അത് ദൈവത്തിൻ്റെ കൂടാരമാണ്. ദൈവത്തിൻ്റെ കൂടാരമാണ്. പുതിയ ഭൂമിയിലേക്കാണ് ഈ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത്. ഈ പുതിയ ഭൂമിയിലേക്ക് ഈ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നതിൻ്റെ ഉദ്ദേശമാണ് ആ മഹാശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. അവൻ അവരോട് കൂടെ വസിക്കും, അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. വിശുദ്ധന്മാരോട് കൂടെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സർവ്വസംഘത്തോടും കൂടെ നിത്യമായി വാഴുവാൻ പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ പുതിയ യെരൂശലേം എപ്പോഴാണ് നിർമ്മിക്കപ്പെട്ടത്? എപ്പോഴാണത് ഉത്ഭവിച്ചത്? പുതിയ യെരൂശലേം, നാം ഈ വായിച്ച വേദഭാഗത്ത് പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് യോഹന്നാൻ കാണുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി യോഹന്നാൻ കാണുമ്പോൾ അതിൻ്റെ ആശയം അത് ഭൂതകാല നിത്യത്തിൽ എപ്പോഴോ നിർമ്മിക്കപ്പെട്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതിൽ ഒരു വാസസ്ഥലം ഈ പുതിയ യെരൂശലേമാണ്. അതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം എന്ന ഈ പുതിയ യെരൂശലേമിനെ കുറിച്ച് നാം പറയുന്നുണ്ട്. അതുപോലെ 11-ന്റെ-16 എബ്രായർ 11-ന്റെ-16 അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഗലാത്യർ 4:26 മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. പൗലോസ് ഈ വാക്കുകൾ പറയുമ്പോൾ സ്വാഭാവിക യെരൂശലേം, അല്ലെങ്കിൽ പൗലോസ് ഈ വാക്ക് പറയുന്ന സമയത്ത് ഈ പുതിയ യെരൂശലേം സ്വർഗത്തിലുണ്ട്. കാരണം മീതെയുള്ള യെരൂശലേം അവൾ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ യെരൂശലേം അപ്പോൾ മീതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിർമ്മാണം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഭൂതകാല നിത്യത്തിൽ എപ്പോഴോ ആണ് ദൈവം അത് നിർമ്മിച്ചത്. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരമാണ്. ഇവിടെ നാം പരിശോധിക്കാനായിട്ട് പോകുന്നത് ഈ പുതിയ യെരൂശലേമിൽ പാർക്കുന്നവർ ആരെല്ലാമായിരിക്കും. പുതിയ യെരൂശലേം നിവാസികൾ, അതുകൂടെ ചേർത്ത് വിശദീകരിച്ച് ഈ പഠന പരമ്പര അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലളിതമായി, ചുരുക്കമായി ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. പുതിയ യെരൂശലേമിൽ പാർക്കുന്ന ആളുകൾ, പുതിയ യെരൂശലേമിലെ നിവാസികൾ ആരെല്ലാമായിരിക്കും? വചനം വളരെ വ്യക്തമായിട്ട് അതിന് ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആദാം മുതലുള്ള സകല വിശുദ്ധന്മാരുടെയും നിത്യമായ വാസസ്ഥലമാണ് പുതിയ യെരൂശലേം. ആദാം മുതലുള്ള സകല വിശുദ്ധന്മാരും നിത്യമായി പാർക്കുവാൻ പോകുന്ന സ്ഥാനമാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമ വിശുദ്ധന്മാർക്ക് അവരുടെ പുനരുത്ഥാനം സംബന്ധിച്ചും അവരുടെ നിത്യതയെ സംബന്ധിച്ചും വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനൊരു ജാതി എന്ന നിലയിൽ വാഗ്ദത്തങ്ങളും അവരോടുള്ള ബന്ധത്തിൽ പ്രവചനങ്ങളും നാം കാണുമ്പോൾ തന്നെ, പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി അവർക്ക് അവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച്, അവരുടെ നിത്യതയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇയ്യോബിൻ്റെ പ്രത്യാശ ഇയ്യോബ് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അത് ഇയ്യോബിൻ്റെ വ്യക്തിപരമായ പ്രത്യാശയാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അത് ദാനിയേലിന് വ്യക്തിപരമായി ലഭിച്ച പ്രത്യാശയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ
വിശ്വാസത്താൽ അവൻ, അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനുമെല്ലാം വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു വാഗ്ദത്തമാണ് അവർ നിത്യമായി പാർക്കുവാൻ പോകുന്ന ഈ വാസസ്ഥലം, ഈ നഗരം. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർക്കെല്ലാം വ്യക്തിപരമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നൽകപ്പെട്ടൊരു വാഗ്ദത്തമാണ് അവർ പാർക്കുവാൻ പോകുന്ന ഈ നിത്യ ഭവനത്തെക്കുറിച്ച്. ഇത് അബ്രഹാമിന് മാത്രമല്ല. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ഇവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ, ബെറ്റർ കൺട്രി, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ, തങ്ങളുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലും തങ്ങളുടെ നിത്യമായ വാസത്തോടുള്ള ബന്ധത്തിലും അവരുടെ പ്രത്യാശ ഈ ഒരു നഗരമായിരുന്നു. തങ്ങൾ ഭാവിയിൽ പാർക്കുവാൻ പോകുന്ന, നിത്യമായി പാർക്കുവാൻ പോകുന്ന ഈ പുതിയ യെരൂശലേം എന്ന നഗരം, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നഗരം, പുതിയ യെരൂശലേം എന്ന നഗരം. അപ്പോൾ ഈ പുതിയ യെരൂശലേമിൽ നിശ്ചയമായിട്ടും പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആദാം മുതലുള്ള സകല വിശുദ്ധന്മാരും എന്ന് പറയുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും, പ്രത്യേകാൽ പഴയ നിയമ വിശുദ്ധന്മാർ അവിടെയുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ പുതിയ നിയമവിശ്വാസികളാകുന്ന നാമും പാർക്കുവാൻ പോകുന്ന സ്ഥാനം ഈ പുതിയ യെരൂശലേം തന്നെയാണ്. പുതിയ നിയമവിശ്വാസികളാകുന്ന നാമും ഈ പുതിയ യെരൂശലേമിൽ തന്നെയാണ് പാർക്കുവാൻ പോകുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെയാണ്: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരം ഇല്ല, വരുവാനുള്ള നഗരത്തെയാണ് നാം അന്വേഷിക്കുന്നത്. വരുവാനുള്ള നഗരം. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യത്തെ ഉൽപ്രാപണ വാഗ്ദത്തം നൽകുന്ന സമയത്ത്, നമ്മുടെ പഠന പരമ്പരയിൽ പല ഭാഗത്ത് നാം ഉദ്ധരിച്ച ഒരു ഭാഗമാണ് യോഹന്നാൻ 14-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സഭ, ഞാനും നിങ്ങളും നിത്യമായി പാർക്കുവാൻ പോകുന്ന സ്ഥാനമാണ് പുതിയ യെരൂശലേം. പഴയ നിയമ വിശുദ്ധന്മാർ അവിടെ ഉണ്ടാകും, പുതിയ നിയമസഭ അവിടെ ഉണ്ടാകും. മാത്രമല്ല ബഹുസഹസ്രം ദൂതന്മാർ അവിടെ പുതിയ യെരൂശലേമിൽ നമ്മോടൊപ്പം ഉണ്ടാകും. അതിന് ആധാരമായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ, 24 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അത് ദ ഇൻ്റർനാഷണൽ ബൈബിൾ സൊസൈറ്റി മലയാളം കണ്ടംപററി വെർഷൻ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ മലയാള പരിഭാഷയിൽ അത് ആശയം മനസ്സിലാക്കുവാനായിട്ട് അല്പം വ്യത്യാസമുണ്ട്, അല്പം ബുദ്ധിമുട്ടുണ്ട്. വ്യത്യസ്ത ഇംഗ്ലീഷ് പരിഭാഷകളും അതുപോലെ തന്നെ വ്യത്യസ്ത മലയാള പരിഭാഷകളും വായിച്ചാൽ ആശയം കുറച്ചുകൂടെ വ്യക്തമാണ്. മലയാളം കണ്ടംപററി വേർഷനിൽ നിന്ന് ഞാൻ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലാണ്. അവിടെ സംഖ്യാതീതമായ ബഹുസഹസ്രം ദൂതന്മാരുടെ സന്തുഷ്ട സമ്മേളനത്തിലേക്കും. ആ പുതിയ യെരൂശലേമിൽ, സ്വർഗീയ യെരൂശലേമിലുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്. അവിടെ സംഖ്യാതീതമായ ബഹുസഹസ്രം ദൂതന്മാരുടെ സന്തുഷ്ട സമ്മേളനത്തിലേക്കും. 23-ാം വാക്യം: സ്വർഗത്തിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള
ആദ്യജാതന്മാരുടെ സഭയിലേക്കും എല്ലാവരുടെയും ന്യായാധിപതിയായ ദൈവത്തിനും സിദ്ധന്മാരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി ശ്രേഷ്ഠമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിനും സമീപത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ബഹുസഹസ്രം ദൂതന്മാർ, സംഖ്യാതീതമായ ദൂതന്മാർ, അവരുടെ സന്തുഷ്ട സമ്മേളനം, ആദ്യജാതന്മാരുടെ സഭ, പുതിയ നിയമസഭ, സിദ്ധന്മാരായ നീതിമാന്മാർ, പഴയ നിയമവിശുദ്ധരും അതുപോലെ തന്നെ മഹാപീഡനകാല വിശുദ്ധരുമൊക്കെ ആ ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം ഈ ദൂതന്മാർ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ഗ്രൂപ്പുകളെ പറയുമ്പോൾ, ഒന്ന് ആദിജാതന്മാരുടെ സഭ, അത് പുതിയ നിയമസഭയാണെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. എന്നാൽ നീതിമാന്മാരായി സിദ്ധന്മാരായ നീതിമാന്മാർ എന്ന് പറയുമ്പോൾ സഭയ്ക്ക് വെളിയിലുള്ള, സഭയൊഴികെയുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സകല ആളുകളും ആ ഗണത്തിൽ ഉൾപ്പെടുമെന്നുള്ളതിന് ചുരുക്കത്തിൽ ട്രിബുലേഷൻ സെയിൻസും പീഡനകാല വിശുദ്ധരും ആ ഗണത്തിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എല്ലാവരും വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിച്ചത്. പഴയ നിയമവിശുദ്ധന്മാരായിരുന്നാലും പുതിയ നിയമവിശുദ്ധരായിരുന്നാലും പീഡനകാല വിശുദ്ധരായിരുന്നാലും എല്ലാവരുടെയും നീതീകരണം എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. അതിൽ നിന്ന് സഭ മാത്രമാണ് വിഭിന്നമായിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മഹാപീഡനകാലം, അത് ആ 7 വർഷക്കാലം, ആ ന്യായപ്രമാണ യുഗത്തിൻ്റെ ഒരു ഉത്തരാഖ്യാനം, ഒരു എപ്പിലോഗായിട്ട് നമുക്കതിനെ പരിഗണിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വിശുദ്ധരെല്ലാം ഈ നീതിമാന്മാരായ സിദ്ധന്മാർ എന്ന ഗണത്തിൽ പെടുകയാണ്. അവരെല്ലാവരും ഈ പുതിയ യെരൂശലേമിൽ ഒരുമിച്ച് കുഞ്ഞാടിനോടുകൂടെ നിത്യമായി വാഴും. ബഹുസഹസ്രം ദൂതന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും അതുപോലെ തന്നെ മഹാപീഡനകാല വിശുദ്ധന്മാർ, ദൈവസഭ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സകലരും ഒരുമിച്ച് പുതിയ യെരൂശലേമിൽ നിത്യമായി വാഴും. എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിലേക്കാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. എത്രയോ ഉന്നതമായ ഒരു സ്ഥാനത്തേക്കാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. മറുവശത്ത് നോക്കുക, ക്രിസ്തുവിനെ കൂടാതെ മാറ്റപ്പെടുന്നതായിരിക്കുന്ന ആളുകൾ, യഥാർത്ഥമായ പാപമോചനാനുഭവം ഇല്ലാതെ മാറ്റപ്പെടുന്ന ആളുകൾ നിത്യദണ്ഡനത്തിലേക്ക്, നിത്യനരകത്തിൽ നിത്യമായി ദണ്ഡനം അനുഭവിക്കുമ്പോൾ, ഇതാ പുതിയ യെരൂശലേമിൽ വിശുദ്ധന്മാർ മുഴുവനും സംഖ്യാതീതമായ ബഹുസഹസ്രം ദൂതന്മാരുടെ സന്തുഷ്ട സമ്മേളനവും ഇതെല്ലാം കണ്ടും ആസ്വദിച്ചും അനുഭവിച്ചും നിത്യത മുഴുവൻ നാം ചെലവഴിക്കും. ഇത് ബൈബിൾ മാത്രം വാഗ്ദത്തം ചെയ്യുന്ന ഒരു സത്യമാണ്. വിശുദ്ധ ബൈബിളിന് മാത്രമേ ഈ യാഥാർത്ഥ്യങ്ങൾ ഈ നിലയിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് മാത്രമാണ് ദൈവശ്വാസീയമായ തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തുകൾ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം, അത് ഹൃദയത്തിൽ അംഗീകരിക്കുവാനുള്ള ഭാഗ്യം, ഈ തിരുവെഴുത്ത് കരങ്ങളിൽ എടുക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവമാണ്. നശ്വരമായ ഈ ലോക ജീവിതം, ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കൾ പോലെ കൊഴിഞ്ഞു പോകുന്ന ഈ ജീവിതം, എന്നാൽ ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ളവർ നിത്യത മുഴുവൻ ക്രിസ്തുവിനോടുകൂടെ പുതിയ യെരൂശലേമിൽ നിത്യമായി വാഴും. ആ അനുഭവത്തിലേക്ക് എൻ്റെ കേൾവിക്കാരായ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.